എന്തൊരു അവസ്ഥയാണ് ഫിഫു. ഡാ നീ എന്തിനൊന്ന് വൈകുന്നേരം എൻ്റെ അടുത്ത് മിണ്ടാതെ പോയത്? ഫിഫുടാ ഡാ ഞാനിന്ന് ക്ലാരായിട്ട് സംസാരിച്ചടാ. എടാ അവളൊരു പാവാടാ. എടാ നീ എന്തെങ്കിലും ഒന്ന് പറ. എനിക്ക് മിസ്സിനെ മറക്കാൻ പറ്റണില്ലടാ. വിഷമം വരണ്. എന്നിട്ട് ബാക്കി പറ. ആദ്യമായിട്ട് മിസ് നമ്മുടെ ക്ലാസ്സിൽ വന്ന് പ്രാർത്ഥന ചൊല്ലിയപ്പോഴും, ഞങ്ങളൊരു തവണ അന്താക്ഷരി കളിക്കുന്ന സമയത്ത് മിസ് വന്നപ്പോ ഞങ്ങൾ കളിയാക്കി പള്ളിപ്പാട്ട് പാടിയപ്പോഴും, ഞാൻ വെച്ച ഓരോ കത്തുകളും മിസ് എടുത്ത് ആകാംക്ഷയോടെ വായിച്ചപ്പോഴും ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ, ദൈവം എന്തോ എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ച മാലാഖയാണ് മേഴ്സി മിസ് എന്ന്. എല്ലാം വെറുതെ ആയി പോയില്ലേ? എടാ മഹാകവി, നീ ഇങ്ങനെയാണ് മിസ്സിന് എഴുതി കൊടുത്തത്? എടാ നിന്റെ ഇഷ്ടം മിസ്സിന് അറിയാത്തോണ്ട് മിസ്സിന് ഇഷ്ടമുള്ള സാറിനോട് മിസ് പോയി. മിസ്സായി പോയി ഫിഫു. അത് വിട്ടുകളാ. എന്നാലും എന്റെ ഇഷ്ടം മിസ്സിനോടൊന്നും തുറന്നു പറയാൻ പറ്റിയില്ല. തുറന്നു പറയാഞ്ഞത് നന്നായി. മിസ് അങ്ങനെ ഇത് അറിഞ്ഞായിരുന്നില്ല നിന്റെ മോറുത്തി അടിച്ചേനെ. അതെ അച്ഛനാണ് ഈ കാര്യങ്ങൾ പറയട്ടെ. വേണ്ട പറയലടാ, അച്ഛനെ ചീത്ത പറയും. അപ്പൊ നീ മര്യാദയ്ക്ക് സംഭവം വിട്ടോ, അല്ലെങ്കിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയും. ഞാൻ പറഞ്ഞത് അനുസരിച്ചോ നീ. അയ്യോ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. നീ എന്താ ഇവിടെ? നിനക്ക് വീട്ടിൽ പോറായില്ല? അല്ലാതെ എക്സാം ആയിട്ട് ഞങ്ങൾ ഒരു കമ്പൻ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ ചുമ തമാശക്ക് വർത്താനം പറഞ്ഞ്. എക്സാം ആണെന്ന് അറിയാം, നന്നായിട്ട് പഠിക്കുന്നില്ലെന്നും അറിയാം, നന്നായിട്ട് നോക്കൂലേ? ആ നീയും ഭക്ഷണം കഴിച്ചോ രണ്ടുപേരും? മെസ്സടക്കാറായി. എന്നാ പെട്ടെന്ന് പോയി കഴിക്കാൻ രണ്ടാളും. അല്ല ഞാൻ വീട്ടിൽ പോയി. എന്നാ നീ വീട്ടിൽ പോയി കഴിക്കേ, നീ മെസ്സിൽ പോയി കഴിക്കേ. ഞാൻ നേരത്തെ കഴിച്ചു. അന്ന് നമ്മൾ യേശുവിനെ കണ്ടു. എന്ത് സാധനത്? എന്റെ ഫിഫു, നീ ഞാൻ പറയണത് മനസ്സിലാക്ക്. ടീച്ചറിനെ കുറുക്കൻ അല്ല സാറുണ്ടായി. അതുകൊണ്ട് നാളെ വീട്ടിൽ വന്ന് ഒരു ദോശയും ചമ്മന്തിയും കഴിച്ചാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. മെഹുന കൊള്ളപ്പെടോ, ഒന്ന് ചിരിക്കി പോട്ടേടാ. നാളെ കാണാം.